രാവിലെ കണ്ണു തുറന്നതും ജീവയുടെ നെഞ്ചോട് ചേർന്നാണ് താൻ ഇപ്പോഴുള്ളതെന്ന് തിരിച്ചറിഞ്ഞ ആരു പേടിച്ച് നിലവിളിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എങ്കിലും ജീവയുടെ കഴുത്തിലെ സ്വർണ്ണ ചെയിനിലേക്ക് ആരുവിൻ്റെ താലി കുടുങ്ങിക്കിടക്കുന്നതിനാൽ അവൾ എഴുന്നേറ്റതിനേക്കാളും വേഗത്തിൽ തിരിച്ച് ജീവയുടെ നെഞ്ചിലേക്ക് തന്നെ വീണു. അപ്പോഴാണ് ജീവ ഉറക്കത്തിൽ നിന്നുണരുന്നത്. എന്തിനാ നിലവിളിച്ചത്? ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത് എന്നും പറഞ്ഞ ആരു കുടുങ്ങിക്കിടക്കുന്ന താലിയുടെ കുരുക്ക് അഴിച്ചെടുക്കാൻ ശ്രമിച്ചു. ഞാൻ ഇന്നലെ ലക്ഷ്മിയമ്മയുടെ കൂടെയല്ലേ കിടന്നത്, പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഞാനാ നിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. എന്തിനാണ് കൊണ്ടുവന്നേ? എൻ്റെ ഭാര്യ എൻ്റെ കൂടെയാണ് കിടക്കേണ്ടത്, അല്ലാതെ എൻ്റെ അപ്പച്ചിയുടെ കൂടെ അല്ല. എൻ്റെ അമ്മയത്. ഓ പിന്നെ എൻ്റെ അപ്പച്ചി നിനക്കെങ്ങനെ അമ്മയായി? അല്ലെങ്കിലും നിന്നേക്കാൾ അധികാരവും അവകാശവും എനിക്ക് തന്നെയാ. അവളുടെ ഒരു ലക്ഷ്മി അമ്മ. ജീവ വിട്ടുകൊടുത്തില്ല. അന്നേരം ആരും ഒന്നും മിണ്ടാതെ മാലയുടെ കുരുക്കെടുക്കൽ തുടരുകയാണ്. എന്നെ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ഞാൻ എന്തിനാ കിടക്കുന്നത്? പെട്ടെന്ന് എവിടെ നിന്ന് പൊട്ടിമുളച്ചു ഈ സ്നേഹം? ഇന്ന് സ്നേഹം കാണിച്ച നാളെ ദേഷ്യമായിരിക്കും. അതാണല്ലോ പതിവ്. ആരോടൊന്നില്ലാതെ മെല്ലെ പെറുപിറുത്തു. ശേഷം ദേഷ്യത്തോടെ മാലയുടെ കുരുക്കഴിക്കാൻ നോക്കുവാണ്. തൻ്റെ നെഞ്ചോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നവളുടെ പ്രവൃത്തി ഒരു നിമിഷം ജീവ ചെറുചിരിയാലെ നോക്കി നിന്നുപോയി. അവളുടെ മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നിമായുന്നുണ്ട്. അവളുടെ ആ കുഞ്ഞു മുഖത്തിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തി. അവളുടെ ഉണ്ടക്കവിളും ദേഷ്യപ്പെടുമ്പോൾ ചുവക്കുന്ന മൂക്കും വിറകൊള്ളുന്ന അതരവും നിരനിരയായ പല്ലും എല്ലാം അവൻ ഇമ്മച്ചിമ്മാതെ നോക്കി നിന്നു. ജീവയുടെ നെഞ്ചിൽ അമർന്ന് കിടപ്പാണവൾ. അവളുടെ ധാവണിയുടെ ഷാൾ സ്ഥാനം മാറി കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചില്ല. തൻ്റെ മേലെ അമർന്ന അവളുടെ മാറിടം പകുതിയോളം അവന് മുന്നിൽ ദൃശ്യമായത് അവൾ അറിഞ്ഞതേയില്ല. അവൾ കുരുക്കഴിക്കുന്ന തിരക്കിലാണ്. അവനാണെങ്കിൽ ഇപ്പോഴൊന്നും കുരുക്കഴിയല്ലേ എന്ന് മനസ്സിൽ കരുതി അവളുടെ സൗന്ദര്യം മുഴുവനും ഒപ്പിയെടുക്കുവാണ്. കുറച്ചു കഴിഞ്ഞാണ് ഒന്നും മിണ്ടാതെ കിടക്കുന്ന അവൻ്റെ നോട്ടം പോകുന്ന വഴി അവൾ ശ്രദ്ധിക്കുന്നത്. ഒരു തരം പിടച്ചിലോടെ അവൾ ഷാൾ നേരെയിട്ട് അവിടം കവർ ചെയ്ത് വെച്ച് അവനെ തുറിച്ചു നോക്കി. ഞാൻ കാണാത്തതൊന്നുമല്ലല്ലോ, ഇതുക്കും മേലെ ഞാനന്ന് കണ്ടതാ. ഇത് വൃത്തികേട് പറയല്ലേ? വൃത്തികേട് നീ കാണിച്ചു തന്നിട്ടല്ലേ ഞാൻ പറഞ്ഞത്? ഒരു നാണവുമില്ല. ഞാൻ സത്യം പറഞ്ഞതല്ലേ. ഈ നഗ്ന സത്യം എന്ന് പറയുന്നത് ഇതിനാണ് ആദ്യ? സോറി, അർദ്ധ നഗ്ന സത്യം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത്തരം സംസാരം എനിക്ക് കേൾക്കണ്ടട്ടോ. എനിക്കതേ തീരെ ഇഷ്ടമല്ല. ശരി, പിന്നെ നിനക്കെന്താ ഇഷ്ടം? എന്നെ ഇഷ്ടമാണോ? അല്ല, എനിക്ക് നിങ്ങളോട് ഒരിഷ്ടവുമില്ല. അത് കുഴപ്പമില്ല, ഇനി ഇഷ്ടപ്പെട്ടാലും മതിയല്ലോ. ഇല്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പോണില്ല. അതെന്താ ആദ്യ? ഞാനും നിങ്ങളും ഒരിക്കലും ചേരില്ല. ചേരാത്തത് തമ്മിൽ ചേർത്താൽ ഒരിക്കലും അവിടെ സന്തോഷം ഉണ്ടാവില്ല. ആദ്യ, നീ എന്തൊക്കെയായി പറയുന്നത്? നമ്മൾ തമ്മിൽ ചേരില്ലെന്ന് ആരാ പറഞ്ഞത്? നിങ്ങളും മുൻപ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടല്ലോ അത്. ശരിയാണ്, ജീവയ്ക്ക് ചേർന്ന പെണ്ണല്ല ആരാധ്യ. അല്ല, അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അറിയാതെ പറ്റിപ്പോയതാണെന്ന്. സോറി ആദ്യ. എനിക്ക് നിങ്ങളുടെ സോറിയൊന്നും വേണ്ടെങ്കിലോ? പിന്നെ എന്താ എൻ്റെ കൊച്ചിന് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഈ കുരുക്കഴിച്ചൊന്ന് തരുമോ? ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ജീവ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞതും ആരുവിൻ്റെ ശരീരം വിറപ്പൂണ്ടു. അവൾ കണ്ണുറുക്കി അടച്ചു. അത് കണ്ട ജീവയുടെ ചുണ്ടിൽ നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അവനിപ്പോൾ ആരുവിൻ്റെ മേലെയാണുള്ളത്. അവൻ എങ്ങനെയൊക്കെയോ കുരുക്കഴിച്ചെടുത്തു അവളെ ഒന്ന് നോക്കി. അവൾ ഇപ്പോഴും കണ്ണടച്ച് കിടപ്പാണ്. അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവൻ മാടി ഒതുക്കിയതും ആര് കണ്ണു തുറന്നു അവനെ ഒന്ന് നോക്കി. അന്നേരം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. അവൻ്റെ ആ നോട്ടത്തിൽ ആര് സ്വയം മറന്നുപോയി. അവൾ ഇമച്ചിമ്മാതെ അവനെ നോക്കി. അന്നേരം ജീവയുടെ മുഖം അവളുടെ കവിളിന് നേരെ താഴ്ന്നു വന്നു. ആരുവിൻ്റെ ഹൃദയതാളം ഉയർന്നു വന്നു. ചുണ്ടുകൾ വിറപ്പൂണ്ടു. ശരീരം കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അവനെ പിടിച്ചു തള്ളി അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഓടി. അവിടെ നിൽക്കടി. അയ്യടാ, നിന്നെ ഞാൻ എടുത്തോളാടി. ചുംബനത്തിന് ഭംഗം സംഭവിച്ചതും അവൻ അവളോട് ചെറിയ ദേഷ്യം തോന്നിയിരുന്നു. പിന്നെ എടുക്കാനിങ്ങോട്ട് വാ, ഞാൻ നിന്ന് തരാം. ആര് പതിയെ പറഞ്ഞതാണെങ്കിലും ജീവ ശരിക്കും അത് കേട്ടിരുന്നു. ഞാൻ വിചാരിച്ചത്ര പാവമൊന്നല്ലല്ലോ നീ. പ്രതികരിക്കേണ്ടടുത്ത് ഈ ആരാധ്യ പ്രതികരിക്കും. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് തൊടാൻ വന്നാലുണ്ടല്ലോ, ഇയാൾ വിവരം അറിയും. അതുകൊണ്ട് ഇയാൾ വേലത്തരം കൊണ്ട് എൻ്റെ മുന്നിൽ വരാൻ നിൽക്കണ്ട. ആഹാ, അങ്ങനെയാണോ? എന്നാൽ നമുക്ക് കാണാം. അതെ എന്നും പറഞ്ഞ് അവൾ വാഷ്റൂമിലേക്ക് ഓടി. മേലെടുത്ത് വീട്ടിൽ പുരുഷന്മാരെല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു. കൂടെ കൊച്ചുമക്കളുണ്ട്. വിളമ്പിക്കൊടുക്കുന്നത് ആരും അഭിയും ഉഷാമയാണ്. എല്ലാവരും കൊച്ചു വർത്തമാനമൊക്കെയും പറഞ്ഞ് ഭക്ഷണം കഴിക്കുവാണ്. എന്നാൽ ജീവയുടെ കണ്ണുകൾ മുഴുവനും ആരുവിലായിരുന്നു. പെട്ടെന്നാണ് മുറ്റത്തെ ഗേറ്റ് ആരോ ചവിട്ടി തുറക്കുന്നതും അത് ശക്തമായി മതിലിൽ ചെന്നിടിക്കുന്നതും എല്ലാവരും കേൾക്കുന്നത്. എന്താ അവിടെ ഒരു ശബ്ദം? ശങ്കരൻ ചോദിച്ചു.
ഞാൻ നോക്കിയിട്ട് വരാം മുത്തശ്ശ എന്നും പറഞ്ഞ് ജീവയുടെ മറ്റൊരു ചെറിയച്ഛൻ്റെ മകനായ ആദി പുറത്തേക്ക് നടന്നു. അന്നേരാണ് ഗേറ്റും ചവിട്ടി തുറന്ന് അകത്തേക്ക് വരുന്ന പുത്തമ്പുരക്കിലെ കിഷോറിനെയും സിദ്ധാർത്ഥിനെയും ആദി കാണുന്നത്. അവരെ കണ്ട് അവൻ ചെറുതായി പതറിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവരുടെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞു, ഹലോ, ഇതെങ്ങോട്ടായി ചാടിക്കാരി പോകുന്നത്? ഇതേ പുത്തമ്പുരക്ക വീടല്ല, മേലിടത്താണ്. ചേട്ടന്മാർ നല്ല ഫിറ്റാണല്ലേ? വീട് മാറി കയറിയതാ? തടി കേടാവണ്ടെങ്കിലേ പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഒന്ന് പോടാ ചെറുക്ക എന്നും പറഞ്ഞ് കിഷോർ അവനെ തള്ളി മാറ്റി അകത്തേക്ക് നടന്നു. അത് കണ്ട ആദി അവരുടെ പിന്നാലെ ചെന്നു. അവിടെ നിൽക്കാൻ, ഒന്ന് നിന്നേ, എടോ നിൽക്കാനാ പറഞ്ഞത്. എന്നാൽ ഇരുവരും അവനെ ഗൗനിക്കാതെ വരാന്തയിൽ കയറി തുരുതുരാ കോളിംഗ് ബെൽ അമർത്തി. ഇത് കണ്ട ആദി, പോണെങ്കിൽ പോട്ടെ, അല്ല പിന്നെ ഞാനെന്തിനാ വെറുതെ തടി കേടാക്കുന്നത്? അവിടുത്തെ മെയിൻ ഗുണ്ടകളാണ് ഈ വന്നിരിക്കുന്ന രണ്ടും. തൽക്കാലം ഗ്രൗണ്ടിൽ ഇറങ്ങണ്ട, ഗാലറിയിൽ നിന്ന് കളി കാണാം എന്നും പറഞ്ഞ് ആദി ഇതിരി മാറി നിന്നു. കോളിംഗ് ബെൽ കേട്ട് എല്ലാവരും പുറത്തു വന്നു. കിഷോറിനെയും സിദ്ധുവിനെയും കണ്ടതും മേലെടുത്തുകാരുടെ ചോര തിളയ്ക്കാൻ തുടങ്ങി. എന്ത് ധൈര്യത്തിലാടാ ഈ വീടിന്റെ പടി കയറി വന്നത്? അന്ന് കിട്ടിയതൊക്കെ നീ മറന്നോ? ബാലു ആയിരുന്നു അത് പറഞ്ഞത്. ഈ കിഷോർ ഒന്നും മറന്നിട്ടില്ല, അങ്ങനെ മറക്കാനും പോണില്ല. നിങ്ങളുടെ പഴംപുരാണം കേൾക്കാനല്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ നീ എന്തിനാടാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോകാനാണ് വന്നത്. വിളിക്കവളെ. നിങ്ങളുടെ കുട്ടിയോ? അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ. ഇത്തവണ അതിന് മറുപടി പറഞ്ഞത് ശങ്കരനാണ്. ഉണ്ടല്ലോ കാരണവരെ, അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ സ്വന്തം ചോര. അവളെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. നിന്ന് പിച്ചുമ്പയും പറയാതെ ഇറങ്ങിപ്പോടാ, ഹരിയുടെ ശബ്ദം ഉയർന്നു. അത് കേട്ടതും കിഷോറിന്റെ മുഖത്ത് ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. എടാ സിദ്ധു, നീ പോയേ അവളെ വിളിച്ചോണ്ട് വാടാ. കിഷോർ പറഞ്ഞത് കേട്ടതും സിദ്ധു ചുറ്റും കൂടി നിന്നവരിലേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് ആരുവിൻ്റെ നേരെ നടന്നു. ഇതൊക്കെ കണ്ട് ആരുവിൻ്റെ നെഞ്ച് പടപടാന്ന് മിടിക്കുവാണ്. ആരുവിൻ്റെ കൈ ജീവയുടെ കയ്യിൽ അമർന്നതും ജീവ അവളെ ഒന്ന് നോക്കി, പേടിക്കണ്ട എന്ന പോലെ അവളെ ഒന്ന് കണ്ണടച്ച് കാണിച്ചു. സിദ്ധു ആരുവിൻ്റെ കയ്യിൽ പിടിച്ച് നടക്കാൻ ഒരുങ്ങിയതും എല്ലാവരും ആ കാഴ്ച കണ്ട് ആകെ സ്തംഭിച്ച് നിൽപ്പാണ്. ആരുവിൻ്റെ കൈയും പിടിച്ച് നടക്കുന്ന സിദ്ധുവിൻ്റെ കൈക്ക് മുകളിൽ ജീവയുടെ പിടി വീണു. ഇവളെ എൻ്റെ ഭാര്യയാണ്, എൻ്റെ സമ്മതം കൂടാതെ ഇവളെ കൊണ്ടുപോവാൻ നീ ആരാ? അത് കേട്ടതും സിദ്ധു ജീവയ്ക്ക് നേരെ പുച്ഛം കലർന്നൊരു നോട്ടം നൽകിക്കൊണ്ട് പറഞ്ഞു, ഒരു ഭാര്യ, വെറും താലിബന്ധം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ എന്നേ എനിക്കും നിനക്കും ഇവൾക്കും നന്നായിട്ടറിയാം. പക്ഷേ ഞങ്ങൾക്കിവൾ അങ്ങനെയല്ല. ഇവൾ എൻ്റെ പെങ്ങളാണ്, എൻ്റെ ചെറിയച്ഛൻ അശോകിൻ്റെ മകളാണിവൾ. ആരാധ്യ അശോക് ഇല്ലെന്ന് ഇവള് പറയട്ടെ. അത് കേട്ടതും എല്ലാവരും ശരിക്കും ഞെട്ടാണ്, കൂടെ ജീവയും ആരുവും. പറ മോളെ, നീ എൻ്റെ ഏട്ടൻ അശോകിൻ്റെ മകളാണെന്ന് എല്ലാവരും തുറന്നു പറ. മോൾ ആരെയും പേടിക്കണ്ട, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ. നിനക്ക് എല്ലാവരും ഉണ്ട്. മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, വല്യച്ഛന്മാരുണ്ട്, ദേ സിദ്ധേട്ടനുണ്ട്, കൂടെ നിൻ്റെ പ്രായമുള്ള വേറെയും ആങ്ങളമാരുണ്ട്. ഇനിയും നീ ഇവിടെ നരകിക്കേണ്ട ആവശ്യമില്ല. വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. കിഷോറായിരുന്നു അത് പറഞ്ഞത്. അതൊക്കെ കേട്ടതും ഒരു വേള ആരുവിന് സന്തോഷം തോന്നി. തന്നെ തൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ അംഗീകരിച്ചല്ലോ എന്നോർത്ത്. പക്ഷെ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന മേലെഴുത്തുകാരുടെ അവസ്ഥ ഓർത്തതും ആരുവിൻ്റെ മുഖം പൊടുന്നനെ മങ്ങി. വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം പറയുന്നു. എന്നോ നാട് വിട്ടുപോയ നിങ്ങളുടെ ചേട്ടൻ്റെ മകളല്ല ഇവൾ. ഇവൾ ജീവയുടെ മാത്രം. ഇവൾക്ക് മറ്റൊരു അവകാശമില്ല, ഇനി ഉണ്ടാവാനും പോണില്ല. ഉണ്ട്, ഇവൾക്ക് അവകാശികൾ ഒരുപാടുണ്ട്. അവൾ എൻ്റെ മകൻ അശോകിൻ്റെ മകളാണെങ്കിൽ അവൾക്ക് അവകാശികൾ ഒരുപാട് പേരുണ്ട്. അതും പറഞ്ഞ് ഗേറ്റും കടന്നു വരുന്ന മാധവൻ തമ്പിയെ കണ്ട് എല്ലാവരുടെയും മുഖവും വലിഞ്ഞു മുറുകി. ഓഹോ, അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനം കളയാൻ കുടുംബസമേതം ഇറങ്ങിയിരിക്കുക അല്ലേ? എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്ക്. ബാലുവിൻ്റെ ശബ്ദം ഉയർന്നു. ഞങ്ങൾ പോവാൻ തന്നെയാണ് വന്നത്. അതിനു മുൻപേ ഈ ഫോട്ടോസൊക്കെ ഒന്ന് കാണിയെന്ന് എന്നിട്ട് പറ, ഇവള് ഞങ്ങളുടെ ആരുമല്ലെന്ന്. കിഷോർ കുറച്ച് ഫോട്ടോസ് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ജീവയുടെ അച്ഛൻ അത് വാങ്ങി ഒന്ന് നോക്കിയ ശേഷം ശങ്കരൻ്റെ കയ്യിൽ കൊടുത്തു. ശങ്കരൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു വരുന്നത് കണ്ടതും ബാക്കി എല്ലാവരും ആ ഫോട്ടോസ് നോക്കി. ഇത്രയും നാൾ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നോക്കിയിരുന്ന കണ്ണുകളിൽ പകയേറിയുന്നത് ആര് കണ്ടു. അതവളുടെ ഹൃദയം കീറി മുറിച്ചു. ആരുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസ് ആയിരുന്നു അത്. അതെങ്ങനെ അവിടെ എത്തിയെന്ന് അവൾക്ക് ഒരറിവില്ലായിരുന്നു. അപ്പോൾ കുട്ടി ഞങ്ങളൊക്കെ ചതിക്കുമായിരുന്നു അല്ലേ? ശങ്കരൻ്റെ ആ ചോദ്യം കേട്ട് ആരുവിൻ്റെ നെഞ്ചകം വിങ്ങി. മുത്തശ്ശ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. ശങ്കരൻ കൈ ഉയർത്തിക്കൊണ്ട് അവളെ തടഞ്ഞു. മുത്തശ്ശിയുടെ രാധ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുത്തശ്ശിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. നിന്നെ സ്വന്തം മകളെ പോലെയല്ലേ ഇവിടുത്തുകാർ സ്നേഹിച്ചത്? ആ ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു കുഞ്ഞെ. എന്തായിരുന്നു കുട്ടിയുടെ ഉദ്ദേശം? മുത്തശ്ശി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട കുട്ടി, ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. വിശ്വച്ച, ഉഷാമേ, മുത്തശ്ശനോട് ഒന്ന് പറ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എനിക്കതിന് കഴിയില്ല വിശ്വച്ച. അതും പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി.
അവർക്ക് അവളുടെ കരച്ചിൽ കണ്ട് നിൽക്കാനായില്ല എങ്കിലും അവർക്ക് തൻ്റെ അച്ഛനെ എതിർക്കാൻ പറ്റില്ലായിരുന്നു. അയാൾ ദുഃഖം ഉള്ളിലൊതുക്കി മുഖം തിരിഞ്ഞു നിന്നു. ഹരിയച്ച, ബാലുവച്ച, നിങ്ങളെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഞാനൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. അശോക് ഞങ്ങളുടെ പെങ്ങളോട് ചെയ്തതേ ഞങ്ങൾ മരിച്ചാലും മറക്കില്ല കുട്ടി. അശോകിൻ്റെ പ്രിയപ്പെട്ടവർ മുഴുവനും ഞങ്ങളുടെ ശത്രു ലിസ്റ്റിലാണുള്ളത്. അതിപ്പോൾ അവൻ്റെ മകളായാലും ശരി. ആൾമാറാട്ടം നടത്തി ഞങ്ങളെ പറ്റിച്ച നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നത് ജീവയുടെ ഭാര്യയാണല്ലോ എന്ന് കരുതി മാത്രമാണ്, ബാലു പറഞ്ഞു. ജീവയുടെ ഭാര്യയോ? അങ്ങനെ ഒരു ബന്ധം ഇവിടെ ആർക്കും വേണ്ട. ജീവയ്ക്ക് ഇനി ഇവിടെ ആവശ്യമില്ല. പിടിച്ച് പുറത്താക്കുന്നതിന് മുമ്പേ ഇവളെയും വിളിച്ച് കൊണ്ടുപോടാ, ജീവയുടെ മറ്റൊരു ചെറിയച്ഛൻ ശിവൻ പറഞ്ഞു. അത് കേട്ടതും ആരു ശരിക്കും ഞെട്ടി. അവൾ നിറഞ്ഞ കണ്ണാലെ ജീവയൊന്ന് നോക്കി. അവൾ അവൻ്റെ മുന്നിൽ വന്ന് നിന്ന് അവൻ്റെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു, ജിച്ചേട്ട, എല്ലാവരും പറയുന്നത് കേട്ടോ, എന്നെ ഇനി വേണ്ടെന്ന്. ജിച്ചേട്ടൻ്റെ ഭാര്യയായി എന്നെ വേണ്ടെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ കൊണ്ടുപോവില്ലെന്ന് പറ ജിച്ചേട്ട. എനിക്കിവിടെ നിന്ന് പോണ്ട. പ്ലീസ് ജിച്ചേട്ട, എന്നെ പറഞ്ഞയക്കല്ലേ. അവളുടെ ജിച്ചേട്ട എന്ന വിളിയിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു ജീവ. പക്ഷേ ഇവിടെ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നവന് നന്നായിട്ട് അറിയാമായിരുന്നു. താനിപ്പോൾ അവൾക്ക് വേണ്ടി വാദിച്ചാൽ താനും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ ഒരിക്കലും ഇവിടെ തിരിച്ച് കയറാനോ ഇരു വീട്ടുകാരുടെ പിണക്കം മാറ്റാനോ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ജീവ മൗനം പാലിച്ചു. ആരുവിനെ എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞ് മനസ്സിലാക്കാമെന്നും തൽക്കാലം ഈ സിറ്റുവേഷനിൽ ആരും അവിടെ നിൽക്കുന്നതാണ് നല്ലതെന്നും മനസ്സിലാക്കിയ ജീവ ഒന്നും മിണ്ടിയില്ല. അന്നേരം ജീവയുടെ ഉള്ളിൽ പിടയുന്നത് ആരും അറിഞ്ഞിരുന്നില്ല. ജീവയുടെ മൗനം ആരുവിനെ ശരിക്കും ഞെട്ടിച്ചു. എല്ലാം അറിഞ്ഞിട്ടും ജിച്ചേട്ടൻ എന്നെ പറഞ്ഞയക്കുവാണല്ലേ? ആരുവിൻ്റെ ഉള്ളം മന്ത്രിച്ചു. ഇല്ല ആദ്യ, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും. പക്ഷെ ഇപ്പോൾ എനിക്കിത് ചെയ്തേ പറ്റൂ. എന്നോട് ക്ഷമിക്കും മോളെ. അവളുടെ ഉള്ളം തിരിച്ചറിഞ്ഞ പോലെ ജീവ മൗനമായി പറഞ്ഞു. പക്ഷേ ആരും അത് തിരിച്ചറിഞ്ഞില്ല. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ജീവയുടെ കയ്യിൽ നിന്നും ആരുവിൻ്റെ കൈ വേർപെടുത്തി കിഷോർ അവളുടെ കൈയും പിടിച്ച് നടക്കാൻ ഒരുങ്ങിയതും അകത്തു നിന്ന് അഭി ലക്ഷ്മിയെ വീൽ ചെയറിൽ ഉരുട്ടി വന്നു. ജീവയുടെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന ആരുവിൻ്റെ കൈ തന്നിൽ നിന്നും അടർന്നു പോയതും ജീവ നിർവികാരതയോടെ നോക്കി നിന്നു. വീണ്ടും അവളുടെ കണ്ണ് നിറയുന്നത് തനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. ഒന്ന് നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കാനാവാതെ ജീവയുടെ നെഞ്ചകം വിങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ കുട്ടിയെ കൊണ്ടുപോവല്ലേ, ആരെങ്കിലും ഒന്ന് പറയ്. ജീവ, ആരുമളെ കൊണ്ടുപോകില്ലെന്ന് പറ. അവൾ നിൻ്റെ ഭാര്യയല്ലേ, പറ ജീവ. അച്ഛ, അമ്മേ, നിങ്ങളുടെ രാതൂട്ടിയല്ല അവള്. അവള് നമ്മളെ പറ്റിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൾ തിരിച്ച് വിളിക്കച്ചാ. വിശ്വേട്ടാ, ഹരിയേട്ടാ, ആരെങ്കിലും ഒന്ന് പറ അവളെ കൊണ്ടുപോകരുതെന്ന്. ലക്ഷ്മി ആരോടെന്നില്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു. ലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും ആരുവിൻ്റെ കൈ പിടിച്ച് നടന്നിരുന്ന കിഷോർ ഒന്ന് നിന്നു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ടവളുടെ വേദന നിറഞ്ഞ സ്വരം അവനെ ദുഃഖത്തിലാഴ്ത്തി. അവളെ ഒന്ന് കാണാൻ അവൻ്റെ ഹൃദയം തുടികൊട്ടി. അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. വീൽ ചെയറിലിരുന്ന് തൻ്റെ ആരുമല്ലാത്തവൾക്ക് വേണ്ടി കണ്ണുനീർ പൊഴിക്കുന്ന അവളെ അവൻ ഒരു നിമിഷം നോക്കി നിന്നു. ഇന്നും ആ സൗന്ദര്യം അതുപോലെ തന്നെയുണ്ട് എന്നവന് തോന്നിപ്പോയി. തൻ്റെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് ചേക്കേറാൻ തുടങ്ങിയതും കിഷോർ പെട്ടെന്ന് നോട്ടം മാറ്റി. ചെറിയച്ഛ, ഞാൻ പൊയ്ക്കോട്ടെ. എൻ്റെ ലക്ഷ്മിയമ്മ പാവാ, ഞാൻ പൊയ്ക്കോട്ടെ. കണ്ണു നിറച്ച് പറയുന്നവളെ കണ്ടതും കിഷോറിന് വിഷമം തോന്നി. അതിനേക്കാൾ വിഷമം തോന്നിയത് ലക്ഷ്മിയുടെ കരച്ചിൽ കണ്ടിട്ടാണ്. പക്ഷെ അതൊക്കെ മറച്ചു പിടിച്ചു അവൻ ഗൗരവത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു. വേണ്ട, മോളിപ്പോൾ അങ്ങോട്ട് പോവണ്ട. ചെറിയച്ഛ, എനിക്ക് ലക്ഷ്മിയമ്മയ്ക്ക് മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കണം. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ കിഷോർ അവളുടെ കൈയും പിടിച്ച് ധൃതിയിൽ നടന്നപ്പോൾ ആരും എല്ലാവരെയും വേദനയോടെ ഒന്ന് തിരിഞ്ഞു നോക്കി, കൂടെ ജീവയെയും. അത് കാണാനാവാതെ ജീവ മുഖം തിരിഞ്ഞു നിന്നു. വാമോളെ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഗേറ്റിന് വെളിയിലെത്തി ആരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവൻ തമ്പി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. ആ ഗേറ്റ് അടിച്ചങ്ങ് പൂട്ടിയേക്ക് ഗോപാല. പിന്നിൽ നിന്ന് ബാലുവിൻ്റെ സ്വരം ഉയർന്നത് ആരു ശ്രദ്ധിച്ചു. തൊട്ടടുത്ത നിമിഷം മേലെടുത്ത ഗേറ്റ് അവർക്ക് മുന്നിൽ ശക്തിയോടെ അടഞ്ഞത് ആരു വേദനയോടെ നോക്കി നിന്നു. ആരു പോയ വിഷമം താങ്ങാനാവാതെ തളർന്നു വീണ ലക്ഷ്മി എല്ലാവരും കൂടി താങ്ങി പിടിച്ച് മുറിയിൽ കിടത്തി. പിന്നീട് ഡോക്ടർ വന്ന് പരിശോധിച്ച് ആവശ്യമായ ചികിത്സ നൽകി. അതിനുശേഷം അച്യുതൻ വീട്ടിലെല്ലാവരോടും ആരുവിനെ കിട്ടിയതും പിന്നീട് നടന്നതൊക്കെയും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവൾ നിങ്ങളെ ചതിക്കാനോ പകരം വീട്ടാനോ അല്ല ഇങ്ങോട്ട് വന്നതെന്നും ആ കുട്ടിക്ക് ഒരിക്കലും ആരെയും ചതിക്കാൻ പറ്റില്ലെന്നും ലക്ഷ്മിയുടെ കഥ അറിഞ്ഞപ്പോൾ അവളോട് തോന്നിയ സ്നേഹത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും പുറത്തായിരുന്നു അവളിവിടെ വന്നതെന്നും കേട്ടപ്പോൾ അവിടെയുള്ള ചിലർക്ക് ആരുവിനോട് സഹതാപം തോന്നിയെങ്കിലും ബാക്കി ചിലർക്ക് അവൾ ശത്രുപക്ഷത്ത് തന്നെയായിരുന്നു. അവൾ തങ്ങളുടെ പെങ്ങളുടെ ജീവിതം തുലച്ചവൻ്റെ മകളായതുകൊണ്ട് അവളെ ഇനി പഴയതുപോലെ കാണാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നത് ഒരുതരം നിർവികാരതയോടെ ജീവയ്ക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. ആര് പോയതും ജീവയ്ക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ പോലെ തോന്നി.
അവനവിടെ നിൽക്കാനേ തോന്നിയില്ല. അതിനാൽ ആര് പോയതും ജീവ തൻ്റെ ബുള്ളറ്റ് എടുത്ത് പുറത്തേക്ക് പോയി. മനസ്സൊന്ന് ശാന്തമാവുന്നതുവരെ അവൻ ഒറ്റയ്ക്കിരുന്നു. കൂട്ടിന് അവൻ്റെ ആദിയുടെ ഓർമ്മകളുണ്ടായിരുന്നു. തെറ്റിദ്ധാരണ മാറി അവളെ സ്നേഹിച്ചു തുടങ്ങിയതേയുള്ളൂ. അപ്പോഴേക്കും വിധി വീണ്ടും രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കി. ആര് പോവാൻ നേരം ഒരു ഭർത്താവിൻ്റെ അവകാശത്തോടെ അവളെ ചേർത്ത് പിടിക്കാത്തതിന് പിന്നിൽ അവന് വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു. ജീവ ചിന്തിക്കുകയാണ്, ഇതോടെ തന്നോടുള്ള അവളുടെ ദേഷ്യം കൂടിയിരിക്കാം. ഇനി എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനുള്ള വഴിയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അതിനൊരു സഹായി വേണം. അതിന് പറ്റിയത് ആദിയാണെന്ന് ജീവക്ക് തോന്നി. കാരണം കുരുട്ടുബുദ്ധിയിൽ ഡോക്ടറേറ്റ് നേടിയവനാണ് ആദി. അതുകൊണ്ട് ആദിയുമായി ഇക്കാര്യം സംസാരിച്ച് തീരുമാനം എടുക്കാമെന്ന് കരുതി ജീവ അവിടെ നിന്ന് മടങ്ങി. ജീവ പിന്നീട് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ രാത്രിയായിരുന്നു. പതിവിലും വിപരീതമായി ആ വീട്ടിൽ നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. വല്ലാത്തൊരു മൂകതയായിരുന്നു അന്നവിടം. ആരെയും പുറത്ത് കാണാനുമില്ല. സ്റ്റെയർ കയറാൻ നേരം ജീവ അവൻ്റെ അപ്പച്ചിയുടെ മുറിയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. എന്നും പാതിരാവരെ വെളിച്ചം കാണാറുള്ള ആ മുറിയിൽ അന്നേരം ഇരുട്ട് പരന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ അപ്പച്ചിക്ക് ആരും എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ജീവ തിരിച്ചറിയുകയായിരുന്നു. പക്ഷെ ആ വീട്ടിൽ പലരും അത് മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. ജീവയുടെ അച്ഛനും അമ്മയ്ക്കും ആര് പോയതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും അവൾ തങ്ങളുടെ മകൻ്റെ ഭാര്യയാണ്. അങ്ങനെ അത്ര പെട്ടെന്ന് അറുത്തു മാറ്റാൻ പറ്റുന്ന ബന്ധമല്ല താലിബന്ധം എന്ന് പറയുന്നത്. അതിൻ്റെ പവിത്രത അത്രത്തോളം വലുതാണ്. ഇനി എന്തൊക്കെയാണ് നടക്കുക എന്നറിയാതെ ജീവയുടെ അച്ഛനും അമ്മയും വിഷമം ഉള്ളിലൊതുക്കി ഓരോ നിമിഷവും തള്ളി നീക്കി. അപ്പോഴും തങ്ങളുടെ അച്ഛനായ ശങ്കരൻ മേനോൻ മൗനം പാലിക്കുന്നത് ഇരുവരെയും ദുഃഖത്തിലാഴ്ത്തി. മുറിയിലെത്തിയ ജീവ അവിടെ മുഴുവൻ കണ്ണോടിച്ചു. വെറും മണിക്കൂറുകൾ കൊണ്ടല്ലേ തൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. വെറുത്ത് വെറുപ്പിനൊടുവിൽ താൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴേക്കും അവൾ തന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. ചിലപ്പോൾ എന്നേക്കുമായി അകലാം. ജീവയുടെ ഉള്ളം മന്ത്രിച്ചു. ഒരു ടവലെടുത്ത് വാഷ്റൂമിലേക്ക് കയറാൻ ഒരുങ്ങിയപ്പോഴാണ് അഭിയും ആകാശും അങ്ങോട്ട് വരുന്നത് ജീവ ശ്രദ്ധിക്കുന്നത്. രണ്ടു പേരുടെയും മുഖഭാവം കണ്ടപ്പോൾ തന്നോട് കാര്യമായി എന്തോ സംസാരിക്കാൻ വന്നതാണെന്ന് മനസ്സിലായ ജീവ കാര്യം തിരക്കി. ജീവേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? എന്ത് ഉദ്ദേശത്തിലാണ് ഏട്ടൻ അവരുടെ കൂടെ ആരുവിനെ പറഞ്ഞയച്ചത്? അഭിയുടെ വാക്കുകളിൽ നിന്നും ആര് പോയതിൻ്റെ വിഷമം പ്രകടമായിരുന്നു. അവളുടെ അച്ഛൻ്റെ വീട്ടുകാരല്ല അവരൊക്കെ. എന്തായാലും അവരവളെ കൊണ്ടുപോയി കൊല്ലാനൊന്നും പോണില്ല. ജീവ ഇതിരി കനപ്പിച്ച് പറഞ്ഞു. ഇതിനേക്കാൾ ഭേദം കൊല്ലുന്നത് തന്നെയായിരുന്നു. നിന്നോട് കരഞ്ഞു പറഞ്ഞതല്ലേ അവരുടെ കൂടെ തന്നെ പറഞ്ഞു വിടല്ലേന്ന്. നിന്റെ ഭാര്യയല്ലടവൾ, എന്നിട്ട് നീ ഒരക്ഷരം മിണ്ടിയോ? അന്നേരം നിന്റെ വായിലെന്താ പഴം കുത്തി തിരികിയിട്ടുണ്ടായിരുന്നോ? പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ ഈ വീട്ടിൻ്റെ പടി ഇറങ്ങണമായിരുന്നു. അല്ലെങ്കിൽ വാശി പിടിച്ചു അവളെ ഇവിടെ നിർത്തിക്കണമായിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ അവളോട് ദേഷ്യമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ അവളിവിടെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരാം. ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കും കേട്ടെന്ന് വരാം. അതവൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ വിഷമിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനും പറ്റിയെന്ന് വരില്ല. ഈ ഒരു സിറ്റുവേഷനിൽ അവൾ അവിടെ നിൽക്കുന്നതാണ് സേഫ് എന്ന് എനിക്ക് തോന്നി. പ്രശ്നമൊക്കെ ഒന്ന് അവസാനിക്കട്ടെ, എന്നിട്ട് ഞാൻ തന്നെ അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. ഈ ജന്മത്തിൽ രണ്ട് വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജീവ? ഇതിപ്പോൾ അവരാരുവിനെ ഇങ്ങോട്ട് വിടാനും പോണില്ല. ഇവിടത്തുകാർ അവളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാനും സമ്മതിക്കുകയില്ല. അതെനിക്കും അറിയാം. പക്ഷേ ഇതിപ്പോൾ നമുക്കൊരു അവസരമാണ്. ഇതിൽ പിടിച്ചു വേണം നമുക്കിനി മുന്നോട്ട് പോവാൻ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ആകാശ് ജീവ പറഞ്ഞത് മനസ്സിലാവാതെ ചോദിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ട് വീട്ടുകാരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ട് രണ്ട് വീട്ടുകാരും ഒരു മാപ്പ് പറച്ചിലൂടെ വീണ്ടും ഒന്നായാൽ എങ്ങനെ ഇരിക്കും? കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് മാത്രമല്ല, നിന്റെ കാര്യം തന്നെ എന്താവും എന്തോ. മിക്കവാറും ചെറിയച്ചന്മാർ നാളെ തന്നെ നല്ലൊരു വക്കീലിനെ പോയി കാണുമെന്ന കാര്യത്തിലെ ഒരു സംശയമില്ല. കരുനാക്കെടുത്ത് വളക്കാതെടാ. ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ഏത് നിമിഷവും ഇങ്ങോട്ടും ഡിവോഴ്സ് നോട്ടീസ് വരാനും ചാൻസ് ഇല്ലാതില്ല. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. അപ്പോഴാണ് അവൻ്റെ ഒരു തമാശ. അതിനാര് തമാശ പറഞ്ഞു? മിക്കവാറും നിന്റെ ഭാര്യ തന്നെ പറയും നിന്നെ വേണ്ടാന്ന്. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ താങ്ങായി നിൽക്കേണ്ട ആളിൽ നിന്ന് തന്നെ ഇതുപോലൊരു അവഗണന നേരിട്ട ആരോ ഇനി നിന്നെ സ്നേഹിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എനിക്ക് ശരിയെന്ന് തോന്നിയതാ ഞാൻ ചെയ്തത്. ഇന്ന് ഞാൻ ചെയ്ത തെറ്റേ നാളെ വലിയൊരു ശരിയായി മാറും. ഞാനിന്ന് അവൾക്ക് നൽകിയ സങ്കടത്തിന് പകരമായി ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാനുള്ള സന്തോഷം കൊടുക്കും. നീ നോക്കിക്കോ. കണ്ടാ മതി, അഭി പതുക്കെ പറഞ്ഞു. അത് കേട്ട ജീവ അവളെ കടുപ്പിച്ചു നോക്കി. നിനക്ക് സിദ്ധുവിനെ വേണ്ടേ? എങ്ങനെ നേടാനാണ് നിന്റെ ഉദ്ദേശം? അവിടെ പോയി ഇവനെ എനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് പറയുമോ? അല്ലെങ്കിൽ ഒളിച്ചോടുവോ? രണ്ടായാലും നിങ്ങളെ സമാധാനമായി ജീവിക്കാൻ ഇവിടെ ആരും സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പരസ്പരം ജയിക്കാൻ ഇരു കൂട്ടരും പടവെട്ടു. കൂടെ നിന്റെയും അവൻ്റെയും തലയും. അഭിയെ നോക്കി ആയിരുന്നു ജീവ അത് പറഞ്ഞത്. അത് കേട്ട് കാര്യം മനസ്സിലാവാതെ ആകാശ് ഇരുവരെയും മാറി മാറി നോക്കി. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? ആങ്ങൾ അറിഞ്ഞില്ലേ ആവോ? പുന്നാര പെങ്ങൾക്കേ
ശത്രു വീട്ടിൽ നിന്നും സംബന്ധം വേണോത്രേ. അപ്പുറത്തെ സിദ്ധാർത്ഥില്ലേ, അവനോട് ഇവൾക്ക് മുടിഞ്ഞ പ്രേമം. ജീവ പറഞ്ഞത് കേട്ടതും ആകാശ് അബിയെ കടുപ്പിച്ച് നോക്കി. എന്നെ നോക്കി പേടിപ്പിക്കുമെന്ന് വേണ്ട, അല്ലെങ്കിലും പണ്ടെങ്ങോ എന്തൊക്കെയോ നടന്നെന്ന് വെച്ച് അതിൻ്റെ ശിക്ഷ ഇന്നും ബാക്കിയുള്ളവർ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ പ്രേമിക്കാൻ? ഈ നാട്ടിൽ എന്തോരം ചെറുക്കന്മാരുണ്ടായിരുന്നു. അങ്ങേർക്ക് എന്താ ഒരു കുറവ്? കുറവല്ല, എല്ലാം കൂടുതലേ ഉള്ളൂ. അഹങ്കാരം അത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഓ, എന്തായാലും എൻ്റെ ചേട്ടന്മാരെക്കാളും ബെറ്റർ അയാൾ തന്നെയാണ്. ഇവിടെ ആണല്ലോ അഹങ്കാരത്തിന് പഞ്ഞം എന്നും പറഞ്ഞ് അബി അവൾക്ക് നേരെ പുച്ഛം വാരി വിതറി അവിടെ നിന്ന് പോയി. എടാ ജീവ, അവൾ പറഞ്ഞത് കേട്ടോ, നമ്മളെക്കാൾ ബെറ്റർ അവനാണെന്ന്. എത്ര നിസ്സാരമായിട്ടാണ് അവൾ അത് പറഞ്ഞത്. അവളുടെ ഒരു പ്രേമം ഞാൻ നടത്തി കൊടുക്കാം. ആകാശിന് കലി അടക്കാൻ പറ്റിയില്ല. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെടാ. ഇപ്പോഴതേ ഒരു വൺ വേ ലവ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അബി, അവൾക്കാരത് സീരിയസ് ആണ്. അവളെന്നോട് പറയുവാണ് അവനെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ ചത്തു കളയുമെന്ന്. വീണ്ടും ഒരു ദുരന്തം. അത് വേണോ? അപ്പച്ചിയുടെ അവസ്ഥ നമ്മളും കണ്ടതല്ലേ. നമുക്കൊന്ന് മാറി ചിന്തിച്ചാലോ? ജീവ, നീ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഇവിടെ ആരെങ്കിലും ഇതറിഞ്ഞാൽ അവൾ ജീവനോട് കുഴിച്ചു മൂടും. പ്രണയ വിവാഹം ഇവിടെ പാടില്ല എന്നല്ലേ മുത്തശ്ശൻ്റെ ഓർഡർ? എടാ, അതിനിത് പ്രണയമാണെന്ന് ആരെങ്കിലും അറിഞ്ഞാലല്ലേ? എനിക്ക് എന്തായാലും എൻ്റെ ആദ്യം വേണം. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. ആദ്യം ഞങ്ങളുടെ കാര്യം ഒന്ന് സേഫ് ആക്കട്ടെ, എന്നിട്ട് അബിയുടെ കാര്യം സൂചിപ്പിക്കാം. അതിനെനിക്ക് നിങ്ങളുടെയൊക്കെയും സഹായം വേണം കേട്ടോ. ചിലപ്പോൾ സിദ്ധുവിൻ്റെയും വേണ്ടി വരും. പറ്റുവാണേൽ അവരെ കണ്ട് സംസാരിക്കണം, കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കണം. എൻ്റെ ജീവ, നീ തന്നെയാണ് ഈ പറയുന്നത്. നിനക്ക് സിദ്ധുവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നല്ലോ. എന്ത് ചെയ്യാം, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാണല്ലോ. അളിയനായിപ്പോയില്ലേ. എൻ്റെ ദൈവമേ, എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഞാനതല്ല ഇപ്പോൾ ആലോചിക്കുന്നത്. എടാ പുന്നാര മോനെ എന്ന് വിളിച്ച് നടന്നുകൊണ്ടിരുന്നവനെ എടാ അളിയ എന്ന് വിളിക്കേണ്ടി വരുമല്ലോ എന്നതാണ്. എൻ്റെയും. തൽക്കാലം നമുക്കതൊക്കെ മറക്കാം. ഇപ്പോൾ എൻ്റെ പെണ്ണ് മുഖ്യം പിക്കില്ലേ. അല്ലാതെ എന്ത് ചെയ്യാൻ? എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായം പ്രതീക്ഷിക്കാം. പക്ഷെ അവസാനം മുത്തശ്ശൻ പടിയടച്ച് പിണ്ടം വെക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇല്ലടാ, നീ ഇങ്ങനെ പേടിക്കല്ലേ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ആദ്യം ഒന്ന് കണ്ട് സംസാരിക്കണം. അതിനിപ്പോൾ എന്താ ഒരു വഴി? അവളുടെ കൈ ഫോണില്ലേ? ഇത്രയും നാൾ ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നല്ലോ. അടി കഴിഞ്ഞ് റൊമാൻസിലേക്ക് കടന്നപ്പോഴല്ലേ വൺ ട്വിസ്റ്റ്. നായകനും നായികയും രണ്ട് വഴിക്ക്. ഇൻ്റർവൽ. സെക്കൻഡ് ഹാഫിൽ ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഏത് തെണ്ടിയാ ഞാനും അച്ഛമാമയും തമ്മിൽ നടന്ന സംഭാഷണം അവിടെ ചോർത്തി കൊടുത്തതെന്നാണ്. ആദ്യയുടെ പഴയ മുറിയിലായിരുന്നു ആ ഫോട്ടോസ് ഉണ്ടായിരുന്നത്. ആരോ അകത്ത് നിന്ന് കളിക്കുന്നുണ്ട്. ഇനി ശോഭേച്ചി വല്ലതാണോ? അവരാണല്ലോ ഈ നാട്ടിലെ മഞ്ഞ പത്രം. അവരാവാൻ വഴിയില്ല. അവർ 2 ദിവസമായി ജോലിക്ക് വന്നിട്ട്. ആരായാലും ഞാൻ കയ്യോടെ പൊക്കും. അതും പറഞ്ഞ് ജീവ വാഷ്റൂമിലേക്ക് നടന്നു.